പണി ചെയ്ത് പൈസ അറ്റ്ലീസ്റ്റ് ഒരു എമൗണ്ട് ഉണ്ടാക്കുക, കയ്യിലുണ്ടാക്കുക, അതിനുശേഷം അത് ഇൻവെസ്റ്റ് എവിടെയെങ്കിലും ചെയ്യുക, എന്നിട്ട് പാടുക എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ക്ഷേത്രത്തിൽ ഭജനയ്ക്കിടെ ക്രിസ്തീയ ഭക്തിഗാനം ആലപിച്ച നന്ദഗോവിന്ദം ഭജൻസ് നല്ല ഒന്നാന്തരം സൈബർ അറ്റാക്ക് ആണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ തുടക്കത്തിലെ ഒരു പണി തരട്ടെ. ഈ പണി നിങ്ങളെല്ലാവരും ഏറ്റെടുക്കണം. വേറൊന്നുമല്ല, നിങ്ങളോട് എല്ലാവരോടുമായിട്ട് ഒരു ചോദ്യം. ഈ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറയണം കമൻറ്റ് ബോക്സിൽ. ചോദ്യം വേറൊന്നുമല്ല, ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ അവരുടെ ഈ ഞായറാഴ്ച കുർബാന അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് അറിയില്ല ഡീറ്റെയിൽ ആയിട്ട്, ഈ മൈക്കിലൂടെ പാട്ട് പാടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ക്രിസ്ത്യൻ പാട്ടുകൾ. അപ്പോൾ ആ ദിവസം അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒരു ഹിന്ദു ഭക്തിഗാനമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പാട്ട് പാടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു മുസ്ലിം പള്ളിയിൽ അവരുടെ എന്തെങ്കിലും ഒരു ഒക്കേഷനിൽ ഒരു ഹിന്ദു ഭക്തിഗാനമോ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ ഭക്തിഗാനമോ ഏതെങ്കിലും ഒരു പാട്ട് കേൾപ്പിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? മതത്തെ വ്രണപ്പെടുത്താനായിട്ടുള്ള ചോദ്യമൊന്നും അല്ല കേട്ടോ, ഒരു സംശയം. ഇതിന് ഞാൻ മറുപടി പറയുന്നില്ല, നിങ്ങൾ മറുപടി പറ, അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വിശദമായിട്ട് കടക്കാം. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ഇവിടെ വിലയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ വൃത്തിക്ക് രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സിൻ്റെ തൊട്ടപ്പുറേ തന്നെ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിച്ചാൽ അതിലും ധൈര്യപൂർവ്വം ക്ലിക്ക് ചെയ്യുക. കൂടാതെ വീഡിയോയ്ക്ക് എല്ലാവരും ഒരു ലൈക്കൊക്കെ അങ്ങോട്ട് തന്ന് സപ്പോർട്ട് ചെയ്യടേ. ചെയ്യത്തില്ലേ? ഇനി കാര്യത്തിലേക്ക്. നന്ദഗോവിന്ദം ഭജൻസ് കുറച്ചായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇവരെ കണ്ട് ഇൻസ്പയർ ആയിട്ടാണെന്ന് തോന്നുന്നു ചില പെൺകുട്ടികളും അല്ലെങ്കിൽ വേറെ കുറേ ആളുകൾ ഈ ഭജന പരിപാടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ക്യൂട്ട്നെസ് ഒക്കെ വാരി വിതറി, നല്ല കാര്യം, പൈസ ഉണ്ടാക്കട്ടെ. പക്ഷേ ഈ ഭജന എന്ന് പറയുന്ന പരിപാടിയെ വേറെ തരത്തിലേക്ക് കൊണ്ടുപോയിട്ട് തെമ്മാടിത്തരം കാണിക്കരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ, തെമ്മാടിത്തരം കാണിക്കരുത്. ഇവിടെ തെമ്മാടിത്തരം ഇങ്ങനെ ചുവട് വെച്ച് തുടങ്ങി ചില ആളുകൾ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഇതിനു മുമ്പ് ഇവരുമായി ബന്ധപ്പെട്ട് ഒന്നും ചെയ്തിട്ടില്ല, ചെയ്യാൻ തോന്നിയില്ല. പക്ഷേ ഇപ്പോൾ ഈ നന്ദഗോവിന്ദം ഭജൻസിൻ്റെ കുറച്ചായെന്ന് തോന്നുന്നു ഒരു ഇൻ്റർവ്യൂ വന്നിട്ട് ഞാൻ ഈ അടുത്താണ് കണ്ടത്. ഈ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെയാണ് കണ്ടത്. കണ്ടു കഴിഞ്ഞപ്പോൾ ഈ കുട്ടികൾ ഈ നന്ദഗോവിന്ദം ഭജൻസിൽ മെയിനായിട്ട് പാട്ട് പാടുന്നൊരു ചേട്ടനൊക്കെ ഉണ്ടല്ലോ, അഹങ്കാരം അങ്ങ് തലയ്ക്ക് പിടിച്ചതുപോലെയാണ് എനിക്ക് തോന്നിയത് പുള്ളിയുടെ സംസാരം കേട്ടപ്പോൾ. നിങ്ങളെ ഞാനൊന്ന് കേൾപ്പിക്കാം, എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കമൻറ്റ് ബോക്സുകളിൽ വരുന്ന കമൻറ്റുകൾ അയ്യോ ഇല്ലാതാക്കുക ഇവന്മാരെ എല്ലാത്തിനെയും. പക്ഷെ ഇവന്മാരിപ്പോഴും പറയുന്നത് ഇവന്മാരാണ് സെറ്റപ്പ്, ഞങ്ങളാണ് വൻ ടീമുകൾ. ശശികല, KP ശശികല ഇന്നലെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട്. ഒരു പരിധിക്കുള്ളും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല കേട്ടോ. പക്ഷേ ഈ ചേട്ടന്മാരുടെ ചില ഡയലോഗടി കേട്ടപ്പോൾ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാൻ തോന്നിയിടേ. ശശികല മറ്റേ ചാണകം മെഴുകി അങ്ങോട്ട് എറിയുന്ന പരിപാടിയാണ്. ഞാൻ ആ പരിപാടിക്കൊന്നും നിൽക്കുന്നില്ല, അത് വേണ്ട. മെഴുകി അങ്ങോട്ട് വലിച്ചെറിയത്തില്ലേ, മെഴുകി അങ്ങോട്ട് നിലത്ത് മൊത്തം നല്ല വൃത്തിക്ക് മെഴുകി അങ്ങോട്ട് ചാണകം, ആ സെറ്റപ്പിലോട്ട് ഞാൻ പോണില്ല. ബാക്കി വന്ന ചാണകം എടുത്ത് മുഖത്ത് എറിയുന്ന പോകുന്നില്ല. പക്ഷേ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങളിതാ ഇതൊന്ന് കേക്ക് ഇവർ പറയുന്നത്, എന്നിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാം. ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഞങ്ങളെ തന്നെ ഇമ്പ്രൂവ് ചെയ്തില്ലെങ്കിൽ ഉണ്ടാകുന്ന ചലഞ്ച് ഉണ്ടാവുള്ളൂ. ഞങ്ങൾ ആക്ച്വലി കോമ്പറ്റീഷൻ ആയിട്ട് കാണുന്നത് ഞങ്ങളെ തന്നെ ഉള്ളൂ. നിങ്ങളെ തന്നെയാണോ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട് കാണുന്നത്? അതായത് ഈ ഫീൽഡിൽ നിങ്ങൾക്ക് വേറെ ആരും കോമ്പറ്റീറ്റേഴ്സ് ഇല്ലേ? നിങ്ങളാണോ ഇതിൻ്റെ ഏറ്റവും വലിയ ടീം? അതായത് ഭജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്ദഗോവിന്ദം ഭജൻ, വേറെ ആരും ഇല്ല. അയ്യോ ബാക്കിയുള്ളവരൊക്കെ ആ പെൺകുട്ടികളൊക്കെ കുറച്ച് പേരിരുന്ന് ഒന്നും ഇല്ല. ഞങ്ങൾ മാത്രമാണ് ഞങ്ങൾക്കുള്ള കോമ്പറ്റീറ്റേഴ്സ്. മോനെ, അഹങ്കാരം അത് നാശത്തിനാണ്. ഇവൻ്റെ ഈ ഡയലോഗ് കേട്ടപ്പോൾ എനിക്ക് ഫസ്റ്റ് എൻ്റെ മനസ്സിൽ വന്നതാണ്, ഇച്ചിരിയൊക്കെ അഹങ്കാരമായി പോയോ കുട്ടാ നിനക്ക്? കുറച്ച് കുറയ്ക്കേ, ഇല്ലെങ്കിലുണ്ടല്ലോ അമ്പലപ്പറമ്പ് മറ്റേ ചാണകം കൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ KP ശൈലജ ചേച്ചിയെ പോലുള്ള ഒരു ചാണകം അങ്ങോട്ട് മെഴുകി കഴിയുമ്പോഴത്തേക്ക് വരുന്ന ബാക്കിയുണ്ടല്ലോ, എടുത്ത് എറിയാൻ തുടങ്ങും. കനത്തിൽ എറി വന്ന് തുടങ്ങി ഒരു സൈഡിൽ നിന്ന്. അതിൽ കുറച്ചൊക്കെ നിൻ്റെയൊക്കെ കയ്യിരിപ്പിൻ്റെ ഇതുപോലുള്ള ഡയലോഗുകൾ അടിക്കരുത്, മനസ്സിലായോ? ഒരിക്കലും ഒരു ഫീൽഡിൽ നമ്മളല്ല. ഇപ്പം ഈ ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ യൂട്യൂബ് മേഖലയിലെ റിയാക്ഷൻ എന്ന് പറയുന്ന ഒരു പോർഷനിൽ ഞാൻ ഒരിക്കലും അത്ര വലിയ സെറ്റപ്പ് ഒന്നുമല്ല.
ഇവിടെ ആരെങ്കിലും ഒക്കെ വന്ന് പറയുകയാണ് ഞാനാണ് ഏറ്റവും, അതായത് ഞാനല്ല അവരാണ്, ഏതെങ്കിലും ഒരു ചാനലിൽ ഒരാൾ വന്നിട്ട് പറയുകയാണ് എന്റെയാണ് ഏറ്റവും വലിയ അടിപൊളി റിയാക്ഷൻ ചാനൽ, ഞാനാണ് ദ ബെസ്റ്റ്. തീർന്നു, അവിടെ തീർന്നു. അവിടെ അവന്റെ അധപ്പതനമാണ്. ഒരു ഫീൽഡിലും ആരും ബെസ്റ്റ് അല്ലടോ. ഓരോ ദിവസവും പുതിയ പുതിയ ആളുകൾ എല്ലാ ഫീൽഡിലും വന്നുകൊണ്ടിരിക്കും. ഓരോ ദിവസവും ബെസ്റ്റ് ആയിട്ടുള്ള, ഇന്ന് കാണുന്ന ഒരാൾ ഇന്ന് ബെസ്റ്റ് ആയിട്ട് അയാൾ ഒരു വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം അതിനെക്കാട്ടിലും ഗംഭീരമായിട്ട് ആളുകൾ വരും ആ വർക്കിനെക്കാട്ടിലും മേളിൽ വെക്കാൻ പറ്റുന്ന ഒരു വർക്കുമായിട്ട്. അതുകൊണ്ട് ഒരിക്കലും ഞാനാണ് എൻ്റെ ഫീൽഡിലെ ഏറ്റവും വലിയ കോമ്പറ്റീറ്റർ, എൻ്റെ ഈ നന്ദഗോവിന്ദൻ ഭജനാണ്, ഞങ്ങൾ തന്നെയാണ് കോമ്പറ്റീറ്റേഴ്സ്, ആ ഡയലോഗൊന്നും ശരിയല്ല. ബാക്കി തുടങ്ങിയതേ ഉള്ളൂ, ഇനിയാണ് കഥ ഇവന്മാരുടെ, കേട്ടോ. ചെയ്തൊരു പോയിന്റ് മാത്രം അത്, അതുകൊണ്ട് മാത്രം ഇന്ന് നിൽക്കുന്ന ഒരു ഇതിലേക്ക് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിനകത്ത് എല്ലാവരുടെ എഫേർട്ട് ഉണ്ട്. ഒരു പാട്ട് വൈറലായെന്ന് പറഞ്ഞാൽ അത് ജസ്റ്റ് ഒരു പീക്കിൽ വന്നു, അത് താഴേക്ക് പോകുന്ന ഒരു കാര്യമാണ്. അത് ഇന്നത്തെ കാര്യം പോലും ഇങ്ങനെയാണ്. അതെ, അപ്പൊ ആ സസ്റ്റൈനബിലിറ്റി. പക്ഷേ ആൾക്കാരുടെ ഇപ്പൊ പറഞ്ഞ പോലെ ഞങ്ങള് അമ്മമാരുടെ മനസ്സിലും അല്ലെങ്കിൽ ഇത്ര ആൾക്കാരുടെ മനസ്സിലെ ഒരു മക്കളെ പോലെ ഇടം പിടിച്ച സാധനമൊന്നും പോകത്തില്ല, അതൊരിക്കലും പോകുന്നില്ല എന്നുള്ള കാര്യം നമുക്കും അറിയാം. പക്ഷെ എന്നാൽ പോലും നമുക്ക് മുന്നോട്ടുള്ള സസ്റ്റൈനബിലിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇന്നത്തെ ഇപ്പോൾ രാധൻ പ്രേമത്തോടാണെങ്കിൽ പോലും അത് തന്നെ എല്ലാ കാലം പാടിക്കൊണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് ഞങ്ങൾ ചെയ്യണം. ഇപ്പൊ പ്രവീൺ ചേട്ടൻ പറഞ്ഞല്ലോ അവിടെ മിസ്സിംഗ്, ഉണ്ണിച്ചേട്ടൻ നാട്ടിൽ തന്നെയാണ് തോന്നുന്നത്. അപ്പം പ്രവീൺ ചേട്ടൻ പറഞ്ഞല്ലോ അവിടെ ഇരിക്കുന്ന സമയത്ത് ഇവിടെ പാട്ട് കേൾക്കുമ്പോൾ ഭയങ്കര എരിപിരി കൊള്ളും അവിടെ ഇരുന്നിട്ട്. ഉണ്ണിച്ചേട്ടൻ പറയുകയാണെങ്കിൽ ഇവിടെ ടീമിൽ ഒരു ടീം അംഗം മിസ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഫീൽ ചെയ്യുന്ന ഒരു സംഭവം എന്തായിരിക്കാം? നമുക്ക് ചില പാട്ടുകൾ അത് അവർ പാടിയില്ലെങ്കിൽ നമുക്ക് ഒരു ഇത് വരത്തില്ല, തൃപ്തി വരത്തില്ല. അപ്പൊ നമ്മൾ ആ പാട്ടൊക്കെ ചിലപ്പോൾ നമുക്ക് പാടിയേ കൊള്ളാമെന്ന് തോന്നുന്ന സമയത്ത് ആ വ്യക്തി ആ സമയത്ത് ആ സ്റ്റേജിൽ ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കര മിസ്സിങ് ചെയ്യും. പക്ഷേ അത് കേട്ടാൽ കൊള്ളാതെ ഞാൻ തന്നെ കുറെ പാട്ടുകൾ കേൾക്കാൻ വേണ്ടി ലിസ്റ്റ് ഇട്ട് കൊടുക്കുന്നു. ഇവ തന്നെ എഴുതി തരും, റിക്വസ്റ്റ് വന്നിട്ടുണ്ട്, ഇവ തന്നെ എഴുതുന്നത് പേപ്പർ കീറിയിട്ട്. എല്ലാ സ്റ്റേജിലും ഒരേ ഹാൻഡ് റൈറ്റിംഗ് വരാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത്. ശരി, അങ്ങനെ മിസ് ചെയ്ത വേദികൾ ഉണ്ടായിട്ടുണ്ട്, ഒത്തിരി വേദികളുണ്ട്. അപ്പം ഉണ്ണിച്ചാണ്ട ഒരു ഇതനുസരിച്ചിട്ട് എങ്ങനെയാണ് നന്ദഗോവിന്ദത്തിന്റെ ഒരു സംഭവം വേണ്ടത്? ഇപ്പൊ പറഞ്ഞു പ്രവീൺ ചേട്ടൻ ഇപ്പൊ ജോലിയൊക്കെ വേണ്ടെന്ന് വെച്ച് ഇനി നന്ദഗോവിന്ദൻ തന്നെയാണ്. ഇനിയിപ്പോ നമുക്ക് നമ്മുടെ തീരുമാനം നമ്മുടെ ആ പ്ലാനിങ്ങിലേക്ക് എല്ലാവരും എത്തിയിട്ടുണ്ട്, പിന്നെ എല്ലാവരും കാണും. അതെ, റെസ്പോൺസിബിലിറ്റി കൂടുതലാണല്ലോ. ഇപ്പൊ പറഞ്ഞ സെയിം കാര്യങ്ങൾ ഇത്ര ആൾക്കാർ നമ്മളെ അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേ അത് അവരുടെ കാര്യം മാത്രമല്ല, നമുക്ക് റെസ്പോൺസിബിലിറ്റി അത്രയും കൂടുവാണ്. നേരത്തെ ഈ പറഞ്ഞ പോലെ നമ്മളൊരു പരിപാടി ചെയ്ത ആ ഒരു റെസ്പോൺസിബിലിറ്റി അല്ല നമുക്കിപ്പോൾ ഉള്ളത്. അപ്പോൾ ആ റെസ്പോൺസിബിലിറ്റിക്ക് അനുസരിച്ച് നമ്മൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. ആ ക്വാളിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ അതിലും ബെറ്റർ ക്വാളിറ്റി അത് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ടൈമാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത്. അപ്പോൾ ജോലി ഒരിക്കലും നമുക്ക് ആ ഒരു ഫ്ലെക്സിബിലിറ്റി തരത്തില്ല ഇതിനു വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പം നല്ല കാര്യം, ജോലിയൊക്കെ വിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ പുറകെ ഇറങ്ങിയതൊക്കെ നല്ല കാര്യം തന്നെ. ക്വാളിറ്റി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ ക്വാളിറ്റി ആണോ ഒരു ഭജന? ഞാനൊക്കെ കണ്ടിട്ടുണ്ട് എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഭജന, ഇവിടെ അമ്പലത്തിലൊക്കെ ഈ സപ്താഹം പരിപാടിയൊക്കെ വരുമ്പോഴത്തേക്ക് ഭജനകളൊക്കെ കാണാറുണ്ട്. പക്ഷേ ഇന്നത്തെ കാലത്ത് ഇവരുടെ ഒരു ഭജന എന്ന് പറയുന്നത് എക്സ്ട്രീം ഡിഫറെൻ്റ് ആണ്. ആളുകൾ കുറേ പേര് ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങളിലും ഭൂരിഭാഗം ആളുകൾ ചിലപ്പോൾ ഇവരുടെ ഭജനയൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കും. നല്ല രസമാണ്, ഓക്കെ ആയിക്കോട്ടെ, നടത്തിക്കോട്ടെ. ഇവർക്ക് ശേഷം ഇപ്പോൾ അടുത്ത കുറേ പെൺകുട്ടികൾ വന്നു, ക്യൂട്ട്നെസ് വാരി വെതറി ആൾക്കാരോട് ഇൻട്രാക്ട് ചെയ്ത് പ്രോപ്പർ ഒരു ഭജന എന്നൊക്കെ അതിനെ വിളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ കണ്ടത് അങ്ങനെയല്ല. അതുകൊണ്ടാണ് കാണാനും കേൾക്കാനും ഒക്കെ നല്ല രസമുണ്ട് ഇവരുടെ പരിപാടി. ഒരു ഗാനമേള എന്നൊക്കെ വേണമെങ്കിൽ ഞാൻ വിളിച്ചേക്കും, എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളൂ. അങ്ങനെയും വിളിക്കാവോ? ആ പോട്ടെ. പക്ഷെ ഭജന, ഞാൻ കണ്ടു വളർന്നിരിക്കുന്ന ഭജന ഇതല്ലായിരുന്നടേ. നിങ്ങളെല്ലാവരും കണ്ടു വളർന്നിരിക്കുന്ന ഭജനയാണോ ഇവരിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? എനിക്കറിയില്ല. എന്തൊക്കെയാണെങ്കിലും ആൾക്കാരെ ഇൻട്രാക്ട് ചെയ്യിക്കുന്നുണ്ട്, പാട്ടുകളും കാര്യങ്ങളും ഒക്കെ കൊള്ളാമെങ്കിൽ ഓക്കെ ആയിക്കോട്ടെ, നല്ല കാര്യം തന്നെ. പക്ഷേ ഈ ക്വാളിറ്റി പിടിക്കണം, അതുപോലെ തന്നെ വെറൈറ്റി പിടിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഈ അമ്പലത്തിൽ ചെന്നിട്ട് ക്രിസ്ത്യൻ ഭക്തിഗാനം ഓക്കെ ആയിക്കോളൂ, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ, ഞാൻ അതുകൊണ്ടാണ് നിങ്ങളോട് തുടക്കത്തിൽ ചോദിച്ചത്, നിങ്ങൾക്ക് എല്ലാവർക്കും അത് കേൾക്കാൻ ഇഷ്ടമാണോ? അല്ലെങ്കിൽ ഇവിടെ ഒരു പള്ളിയിൽ, ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ പോയിട്ട് ആ പരിപാടി നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഖവാലം നോക്കി അടിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അല്ലെങ്കിൽ ഒരു മുസ്ലിം പള്ളിയിൽ ഖാദം അമ്പലത്തിൽ ചെയ്യുന്നു, ആർക്കും ഒന്നും പറയാനില്ല. പറയുന്നവർ ചാണകം ചവിട്ടി എന്ന് വേണമെങ്കിൽ പറയും. പക്ഷേ മതത്തെ ഞാനിവിടെ കുത്തിക്കയറ്റുകയല്ല. മതത്തെ കംപ്ലീറ്റ്ലി നിങ്ങൾ വിടുകയാണെങ്കിൽ ഇവർ ചെയ്തതിനകത്ത് എനിക്ക് പ്രത്യേകിച്ച് കുറ്റം പറയാനൊന്നുമില്ല. പാടിക്കോട്ടെ എന്ന് തന്നെ വെക്കാം. പക്ഷെ ഇവർ ഈ വെറൈറ്റി പിടിച്ച് പോയിട്ട് അമ്പലത്തിൽ കയറി കൃഷ്ണനെ നോക്കിയിട്ട് കർത്താവേ കാക്കണേ, ആ പരിപാടി അതൊക്കെ എങ്ങോട്ട് ചെന്ന് എത്തിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. ഈ വെറൈറ്റി ഒരുപാട് പിടിക്കാൻ പോയാൽ വെറൈറ്റികളൊക്കെ നല്ലതാണ്, പക്ഷെ ഇച്ചിരി ലിമിറ്റ് പിടിച്ച് വെറൈറ്റി ചെയ്യും. അതുപോലെ തന്നെ അഹങ്കാരം ഒന്ന് കുറയ്ക്കും. നേരത്തെ ആ ഡയലോഗ് ഞങ്ങൾ മാത്രമേ ഉള്ളൂ, ഞങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ എതിരാളികൾ ഈ ഫീൽഡിൽ, കൂട്ടുകാരാ നിന്റെയൊക്കെ അധപ്പതനമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെയുള്ള ഡയലോഗ് അടികൾ. ഇല്ലേ? നിങ്ങൾക്ക് ആർക്കും തോന്നുന്നില്ല അത്? ബാക്കി കേൾക്കാം.
ഇതിനകത്ത് കൂടുതൽ ടൈം വേണമെന്നുണ്ടെങ്കിൽ ഇത് മാത്രം ഒരു ഓപ്ഷനുള്ളൂ. അതെ. അതുകൊണ്ടാണ് അതങ്ങനെ ചെയ്തത്. ശരി. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹ പൂർത്തീകരണം ഇപ്പോൾ ഈ നടക്കുന്ന കാര്യം, അതായത് ഞങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും വിട്ട് ഇതിനു വേണ്ടിയിട്ട് ഫുൾ ടൈം നമുക്ക് 20-25 വയസ്സ് തൊട്ട് ഞങ്ങൾ പറയുന്ന കാര്യമാണ് ഫുൾ ടൈം ഭജന. ഫുൾ ടൈം ഭജന, വേറെ ഒന്നും ചെയ്യരുത് ലൈഫിൽ. നമുക്ക് അതും ഫാമിലി, നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് നമ്മളുടെ ജോലിയല്ല ഇത്, നമ്മുടെ ഫാമിലിയുടെ കൂട്ടത്തിൽ മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യുക, പിന്നെ പ്രോഗ്രാംസ് ചെയ്യുക. അത് പക്ഷേ അതിന് ഇനിയും കുറച്ചുകൂടെ ടൈം എടുക്കുമെന്നിരിക്കുന്നത്. കാരണം ഞങ്ങൾക്ക് ഇപ്പോൾ കൂടുതൽ ടൈം നമ്മളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രോഗ്രാംസിന് വേണ്ടിയിട്ടാണ്. പക്ഷേ അതൊരു നമ്മൾ ഈ പറഞ്ഞ ഒരു ട്രാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പല കാര്യങ്ങളും കോംപ്രമൈസ് ചെയ്യുന്നില്ല. അതായത് ജോലിക്ക് പോകണം, ഫാമിലി ടൈം ഉണ്ട്, അല്ലെങ്കിൽ പ്രാക്ടീസിന് പോകണം, അതിൻ്റെ കൂട്ടത്തിൽ പ്രോഗ്രാമിന് പോകണം, അതിന് ട്രാവൽ ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ അതെല്ലാം മാറി ഫാമിലിയും ഭജനയും മാത്രമാവുന്നൊരു, എല്ലാവരും ഇത് ചെയ്യുന്നൊരു കാര്യം. അതായത് ഫ്രീ ആയിട്ടിരിക്കുന്നതിനേക്കാൾ വെറുതെ കുറേ നേരം ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ ബോറടിക്കുന്നു. എന്തെങ്കിലും നമ്മൾ എൻഗേജ് ആയിട്ടിരിക്കണം എന്ന് നമ്മൾ പറയും. പക്ഷേ നമ്മളെ നിയന്ത്രിക്കാൻ ഒരാളില്ല. നമ്മൾ ഇഷ്ടപ്പെട്ടൊരു കാര്യം ഇഷ്ടമുള്ളത്ര സമയം നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം ഹരിയും ഞാനും കൂടെ കഴിഞ്ഞ ദിവസം പോയപ്പോഴത്തേക്ക് ഞങ്ങളിങ്ങനെ രാവിലെ തൊട്ട് ട്രാവലിംഗ്. നമ്മുടെ കോട്ടയത്തൊരു പ്രോഗ്രാം വരുന്നുണ്ട്, അതിൻ്റെ വെന്യൂ ബുക്ക് ചെയ്യാൻ പോയി. അത് കഴിഞ്ഞിട്ട് അതിന് വരുന്ന ഗസ്റ്റുകൾക്കുള്ള ഹോട്ടൽ റൂംസ് ഞങ്ങൾ എൻക്വയറി അതിന് വേണ്ടിയിട്ട് പോയി. അത് കഴിഞ്ഞ് കോട്ടയത്ത് വന്ന് വേറെ പല കാര്യങ്ങൾ, ഇതെല്ലാം ഭജനയായിട്ട് റിലേറ്റഡ് ആണ്. പക്ഷെ നമ്മുടെ ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മളോട് എക്സ്ക്യൂസ് പറഞ്ഞത്. കാരണം അത് 8 മണി, രാവിലെ 10 മണിക്ക് പോയിട്ട് ഞങ്ങൾ 8 മണി 8:30 ആയപ്പോൾ ഞങ്ങൾ കോട്ടയത്ത് നിൽക്കുകയാണ്. പക്ഷെ ഞങ്ങൾക്ക് ഒരു എന്നാ പറയുന്നത്, ഇതാണ് ഇറിറ്റേഷൻ ഇല്ല. അതായത് അച്ചീവ്മെന്റ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആഗ്രഹം ഇതായിരുന്നു. അതായത് ഒരു നമുക്ക് റിട്ടയർമെന്റ് ലൈഫൊക്കെ എത്തുന്നതിന് കുറേ വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഫുൾ ടൈം ആയിട്ട് സ്വസ്ഥമായിട്ട് ഭജൻ മാത്രം ചെയ്ത് ജീവിക്കുക, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് ഇത്ര ഇൻകം കിട്ടണം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ആഗ്രഹം, അതിന് മുന്നേ നമ്മൾ പണി ചെയ്ത് പൈസ അറ്റ്ലീസ്റ്റ് ഒരു എമൗണ്ട് ഉണ്ടാക്കുക, കയ്യിലുണ്ടാക്കുക, അതിനുശേഷം അത് ഇൻവെസ്റ്റ് എവിടെയെങ്കിലും ചെയ്യുക, എന്നിട്ട് പാടുക, അന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പം അറ്റ്ലീസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ഇതുകൊണ്ടും കൂടെ ജീവിക്കാം. ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പം ഇതുകൊണ്ടും കൂടെ ജീവിക്കാമെന്നോ? ഇതുകൊണ്ട് നല്ല പൈസ നിങ്ങൾ ഉണ്ടാക്കുന്നില്ലേ ചേട്ടന്മാരെ? പറയുന്നത് കേട്ടതാണ്, സത്യമാണോ എന്ന് എനിക്കറിയില്ല. ഒരിടത്ത് ഭജനയ്ക്ക് നിങ്ങൾ വന്ന് പാടണമെങ്കിൽ 6 ലക്ഷം രൂപയാണെന്നൊക്കെയാണ് കേൾവി. കമ്പി. സത്യമാണോ എന്ന് അറിയത്തില്ല. നല്ലൊരു തുകയല്ലേ? നിങ്ങൾ കുറേ കാശുണ്ടാക്കി, നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് പരിപാടിയാണിതെന്ന് പറയുന്നു. നിങ്ങൾ നേരത്തെ നല്ല രീതിയിൽ പണിയെടുത്ത് കുറേ കാശുണ്ടാക്കി അത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് എത്ര കാലം നിങ്ങൾക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ഭജന അല്ലെങ്കിൽ ഇങ്ങനെ പാട്ടുപാടി പോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണ്. എത്ര കാലം നിങ്ങൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തതിനകത്തുനിന്ന് കിട്ടുന്നത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് ഈ ഒരു പരിപാടിയിൽ നിന്ന് പൈസ കിട്ടിയില്ലായിരുന്നെങ്കിൽ, പൈസ ഇല്ല എങ്കിൽ എത്ര കാലം നിങ്ങൾ മുന്നോട്ട് പോകും? ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല. നമ്മളൊരു പരിപാടി, ഒരു എഫേർട്ട് എടുത്തൊരു സാധനം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് ഒരു ഔട്ട്കം, ഒരു ഇൻകം നമുക്ക് വരുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സ്ഥിരം അതേ പിടിച്ചിരിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ മനുഷ്യനാടേ. മനസ്സിലായോ? ഇങ്ങനെയുള്ള ചില ഡയലോഗുകൾ ചേട്ടന്മാർ നിർത്ത്. മണ്ടന്മാരല്ല കാണുന്ന എല്ലാവരും. പൈസ വന്നില്ലെങ്കിൽ എത്ര നമ്മുടെ ഇഷ്ടപ്പെട്ട സാധനമാണെന്ന് പറഞ്ഞാലും ഒരു ലിമിറ്റ് കഴിയുമ്പോൾ നമ്മൾ നിർത്തും. എവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാലും ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക, ഓരോ വർഷം മുന്നോട്ട് ചിലവുകൾ കൂടിക്കൊണ്ടിരിക്കുക. ഇൻവെസ്റ്റ് ചെയ്തതിനകത്തുനിന്ന് കിട്ടുന്ന വെച്ച് മാത്രം ഒരിക്കലും മുന്നോട്ട് പോകത്തില്ല. നമ്മൾ എല്ലാ ദിവസവും എന്തെങ്കിലും പണിയെടുത്തോണ്ടിരിക്കണം, എന്നാലേ ഇന്നത്തെ കാലത്ത് ഓടുകയുള്ളൂ. അല്ലേ? ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? അതുപോലെ തന്നെ വേറൊരു കാര്യം ഞാൻ ക്ലിയർ ചെയ്യാം. എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ തുടക്കത്തിലൊരു കാര്യം ചോദിച്ചെന്നും പറഞ്ഞ് ഇവരിപ്പോൾ ക്രിസ്ത്യൻ ഭക്തി ഗാനം പാടിയെന്ന് പറഞ്ഞ് എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷെ ഭജനയുടെ ഇടയ്ക്ക് അങ്ങനെ ഒരു പാട്ട് പാടുന്നത് ശരിയാണോ? എനിക്കറിയത്തില്ല. എനിക്കറിയാത്ത കാര്യത്തെ പറ്റി ഇല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ അത് തെറ്റാണ് എന്ന് ഞാൻ ഇവിടെ ഇരുന്ന് പോവാൻ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ കുറേ പേര് ഇങ്ങോട്ട് വരും എന്നെ കൊല്ലാൻ. അത് വേണ്ടാന്ന് വെച്ച് മാത്രമാണ് ഞാനത് നിർത്തിയത്. ആ ഒരു ടോപ്പിക് നിങ്ങൾക്ക് ഇട്ടുന്നത് നിങ്ങൾ പറയുക. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഉത്തരം എന്താവുമെന്ന് എനിക്ക് മനസ്സിലാക്കാം. പിടി കിട്ടിയോ? പിന്നെ ആരും ഇവിടെ പറഞ്ഞുകൊണ്ട് വരരുത് മറ്റേ വർഗീയത കുത്തിക്കീറി ഇറക്കുവാന്ന്. ആ പരിപാടി നമുക്ക് ഇല്ല. പക്ഷെ ചില കാര്യങ്ങൾ കാണുമ്പോൾ ഓപ്പണായിട്ട് സംസാരിച്ചേ പറ്റുള്ളൂ. അതാണ് ഞാനിവിടെ സംസാരിച്ചത്. ഇവര് ഈ നന്ദഗോവിന്ദൻ ഭജൻസ്, ഇവരൊരു ക്രിസ്ത്യൻ ഭക്തിഗാനം പാടി. ഭജനയുടെ ഇടയ്ക്ക് എങ്ങനെ പാടുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു പാട്ട് പാടിയെന്ന് പറഞ്ഞ്, പ്രത്യേകിച്ച് ഒരു ക്രിസ്ത്യൻ ഭക്തിഗാനം പാടിയെന്ന് പറഞ്ഞാൽ എന്താ? പ്രത്യേകിച്ച് വേറൊരു പേഴ്സ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ല. അതുപോലെ തന്നെ ഒരു പള്ളിയിൽ ഒരു ഹിന്ദു പാട്ട് അല്ലെങ്കിൽ ഒരു ഹിന്ദു ഭക്തിഗാനോ വേറെന്തെങ്കിലും പാടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതും വലിയ കുഴപ്പമായിട്ട് എടുക്കേണ്ട കാര്യമൊന്നും ഇല്ലടേ. അത് അവിടെ ഉള്ളവരത് കുഴപ്പമായിട്ട് എടുക്കുമ്പോൾ, അല്ലെങ്കിൽ അത് പ്രശ്നമാണ്, ഇവിടെ പാടാൻ പറ്റില്ല എന്ന് പറയുമ്പോഴാണ് നമ്മുടെ സൈഡിൽ നമ്മൾ ചിന്തിക്കുന്നത് അവിടെ പാടിയപ്പോൾ കുഴപ്പം, പിന്നെന്തിനാ നമ്മുടെ ഇവിടെ ഇത് പാടുന്നത് എന്നൊരു സംശയം തോന്നത്തില്ല നമുക്ക് എല്ലാവർക്കും. ആ സാധനം എനിക്കും ഉണ്ട് കേട്ടോ. അവിടെ അവരത് അലോ ചെയ്യുകയാണെങ്കിൽ, മുസ്ലിം പള്ളിയിലും അലോ ചെയ്യുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. നമ്മുടെ ഇവിടെ പാടിയേ പറ്റൂ എന്നേ ഞാൻ പറയുള്ളൂ. പക്ഷേ ഇവിടെ മാത്രമല്ല നടക്കുക, അവിടെ എവിടെയെങ്കിലും നടക്കത്തില്ല എന്ന് പറയുമ്പോൾ അതിനോട് മാത്രം നമുക്ക് യോജിക്കാൻ പറ്റുന്നില്ല. ക്ലിയർ ആയല്ലോ? എൻ്റെ അഭിപ്രായം ക്ലിയർ ആയല്ലോ?
ഇത്രയും ഞാൻ പറയുന്നുള്ളേ, അല്ലാതെ കൂടുതൽ മറ്റേ കുത്തിക്കീറി ഞാനൊന്നും ചെയ്യാൻ നിൽക്കുന്നില്ല. അത് ശരിയല്ല എന്ന് വ്യക്തമായിട്ട് എനിക്ക് ബോധമുള്ളതുകൊണ്ടാണ്. ഓക്കെ, ഇനി മതി ഇവരുടെ ഡയലോഗ് അടി ഇത്രയും കേട്ടാൽ മതി നിങ്ങൾ. ഞാൻ കൂടുതൽ കേൾപ്പിക്കുന്നില്ല. കമൻറ്റുകൾ ഒരുപാടുണ്ട്, കാണിക്കാം. അതിനു മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ KP ശശികല മാഡത്തിൻ്റെ ഒരു പോസ്റ്റർ എന്നല്ല, അവർ പറഞ്ഞതാണ്, ഒരു ന്യൂസ് ചാനലിൻ്റെ ഇതിൽ ഞാൻ കണ്ടതാണ്. ചിക്കൻ മസാല നല്ലതാണ്, പക്ഷേ പായസത്തിൽ ഇടരുത്. ക്ഷേത്രത്തിൽ ക്രിസ്തീയ ഭക്തിഗാനം ആലപിച്ചതിൽ നന്ദഗോവിന്ദം ഭജൻസിനെതിരെ KP ശശികല മാഡം, ഈ ചിക്കൻ മസാലയൊക്കെ നല്ലതാണ്, അത് ചിക്കൻ കറിക്കകത്ത് ഇട്ടാലേ കൊള്ളത്തുള്ളൂ, അല്ലാതെ പായസത്തിൽ കൊണ്ടിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗോപി, അതുപോലെ തന്നെ ചാണകം, അതും നമുക്ക് പായസത്തിൽ ഇടാൻ പറ്റത്തില്ല. മനസ്സിലായോ? പായസം കൂച്ചാൻ കൊള്ളത്തില്ല. അതും കൂടെ ടീച്ചർ ഒന്ന് ആലോചിക്കണം. പച്ചക്ക് ഇങ്ങനെ അങ്ങ് പറഞ്ഞു കഴിയുമ്പോൾ ടീച്ചർ പറഞ്ഞത് വേറൊരു ആംഗിളിലൂടെ പറയണം. അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ഇവിടെ പറ്റും, ഇവിടെ ഒരു കുഴപ്പമില്ല. പക്ഷെ അപ്പുറത്തും ഒക്കെ പറ്റണം. അങ്ങനെയാണെങ്കിൽ ഇവിടെയും പറ്റും, ഇവിടെ പറ്റിച്ചേ പറ്റൂ. പക്ഷെ അവിടെ ഒന്നും പറ്റത്തില്ല, ഇവിടെ മാത്രം എല്ലാം ഇട്ട് ഉണ്ടാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനോട് യോജിക്കാൻ സീരിയസ്ലി എനിക്ക് പറ്റുന്നില്ല. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇനി കുറച്ച് കമൻസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഭജൻ ഇൻഡസ്ട്രി വെറും വ്യവസായം, അവിടെ ഭക്തിയല്ല പണവും പ്രശസ്തിയുമാണ് പ്രധാനം. കറക്റ്റാ, പേടിക്കണ്ട, ഭയം ഏതാണ്ട് തീർച്ചയായി. ഊളത്തരം കൊണ്ടിറങ്ങിയാൽ പതനവും വേഗത്തിലായിരിക്കുള്ളൂ. കറക്റ്റാണ് കേട്ടോ. ഇവൻ്റെ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ എനിക്കതാ മനസ്സിലായത്. ഇങ്ങനെ പതനിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗോപി ബിഗിനിങ് ഓഫ് ദ എൻഡ്. വന്ന വഴി മറക്കാനാ. പോട്ടെ, അടുത്തത്. തോറ്റു മോനെ നീ തോറ്റ്. വലിയ മതേതര ഡെക്കറേഷൻ വേണ്ട, ഹിന്ദുഭക്തി ഗാനങ്ങൾ കൊണ്ട് തന്നെയാണ് നിങ്ങൾ പ്രശസ്തരായത്. വന്ന വഴി മറക്കാതെ ഇരിക്കുക. പിന്നെ ഈ ഗ്രൂപ്പിൽ നവീൻ ഇല്ല എങ്കിൽ ഒരു ആവറേജ് ഭജന സംഘം അത്രേ ഉള്ളൂ. അത് ബാക്കിയുള്ളവർ മനസ്സിലാക്കിയാൽ കൊള്ളാം. നിങ്ങളും ഗാനമേരക്കാരും തമ്മിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ. നിങ്ങൾ അമ്പലത്തിലും അവർ പുറമേയും പാടുന്നു. രണ്ട് കൂട്ടരും സ്വയം എഴുതി ഉണ്ടാക്കിയ പാട്ടല്ല പാടുന്നത്. നിങ്ങൾക്ക് ഈ ഹൈപ്പ് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. പിന്നെ കുറേ ഉണ്ട് കേട്ടോ, ഞാൻ കുറേ ഒന്നും വായിക്കാത്ത. ആ ബെസ്റ്റ് അല്ലെങ്കിലും ടിക്കറ്റ് എടുത്തുള്ള ഭക്തി ഒരു മൈറിനോ അല്ല എന്ന് അറിയാവുന്നത് കൊണ്ട് നമ്മൾ ഇമാതിരി കോപ്പിലൊന്നും പോയി തല വെക്കാറില്ല. ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളല്ല ഇവിടെ ഭജന തുടങ്ങിയത്. വന്ന വഴി മറക്കരുത് എന്ത് തോന്നിവാസം കാണിക്കാം എന്നാണോ? ഈ കയറ്റത്തിന് ഒരു ഇറക്കമുണ്ടാകും, അത് ഓർമ്മ ഉള്ളത് നല്ലതാണ്. അതെപ്പോഴും ഓർത്തിരിക്കുക. ഈ നന്ദഗോവിന്ദം ഭജൻസ് ഇങ്ങനെ കിടന്നങ്ങ് തിളക്കരുത്. പിടികിട്ടിയോ? നാളെ നിങ്ങളെക്കാട്ടിലും ഇത് ചിലപ്പോൾ വേറെ രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് പിള്ളേർ വന്നു കഴിഞ്ഞാൽ അവർ കൊണ്ടുപോകും. നന്ദഗോവിന്ദം ഭജൻസിനെയൊക്കെ ചേട്ടൻ നേരത്തെ പറയുന്ന കേട്ടായിരുന്നല്ലോ, എന്നും അമ്മമാരുടെ ഉള്ളിൽ നമ്മളങ്ങനെ തിളങ്ങി നിൽക്കും. ഒന്നുമില്ല ചേട്ടാ, ഒന്നുമില്ല. അതൊക്കെ മറക്കും. മനസ്സിലായോ? എന്നും ഓർത്തോണ്ടൊന്നും ഇവിടെ ആരും ഒന്നും ഇരിക്കത്തില്ല. എല്ലാവരും പുതിയ ആൾക്കാർ വരുമ്പോൾ പുതിയ ആൾക്കാരുടെ പാട്ട്, അവരുടെ ആ ഒരു സ്റ്റൈൽ കണ്ടാൽ അങ്ങോട്ട് പോകും. അതാണ് മനുഷ്യൻ, അതാണ് സത്യം. ഇത് നിങ്ങൾക്കറിയാത്തത് എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ. മണ്ടത്തരം മാത്രം ചിന്തിച്ച് വെച്ച് കഴിഞ്ഞാൽ അവസാനം ഉജ്ജ്വലമായിട്ട് കേട്ടാ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഞാൻ കൂടുതലൊന്നും പറയാൻ നിൽക്കുന്നില്ല. നിങ്ങളോട് ഞാൻ ചോദിച്ചതുണ്ടല്ലോ, അതിന് മറുപടി പറ. നിങ്ങൾ പറയണേ പ്രിയപ്പെട്ടവരെ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരോടും. ഒരിക്കലും വർഗീയത അത് വളർത്തരുത്. ഇവിടെ എല്ലാവരും ഒരേപോലെ ഒന്നിച്ച് തന്നെ നിൽക്കണം. എല്ലാ മതവും എല്ലാം ഒന്നിച്ച് ഒരേപോലെ സ്നേഹിച്ച് എല്ലാവരെയും സ്നേഹിച്ച് മുന്നോട്ട് പോകണം. അതാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ ചില ആളുകൾക്ക് മാത്രം ഇവിടെ എന്തോ അത് വേണ്ട. അത് വരുമ്പോഴാണ് ഇവിടെ പ്രശ്നം. സത്യമല്ലേ ഞാൻ പറഞ്ഞത്? ഞാനീ പറഞ്ഞത് മുഴുവൻ എൻ്റെ അഭിപ്രായങ്ങളാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ധൈര്യപൂർവ്വം താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.